മഹത്വത്തിൻ സാന്നിധ്യം, ദൈവവചനത്തിൻ അഭിഷേകം, മഹിമയിൽ വാണിടും യേശു കർത്താവിന്റെ സാന്നിധ്യം. ഗോത്രങ്ങൾ, ഭാഷകൾ, വംശങ്ങൾ, ജനതകൾ അറിയട്ടെ യേശുവിന്റെ മഹത്വം. ദേശങ്ങൾ, രാജ്യങ്ങൾ, ഭൂതലത്തിൽ എല്ലാം പടരട്ടെ യേശുവിന്റെ മഹത്വം. ഗോത്രങ്ങൾ, ഭാഷകൾ, വംശങ്ങൾ, ജനതകൾ അറിയട്ടെ യേശുവിന്റെ മഹത്വം. ദേശങ്ങൾ, രാജ്യങ്ങൾ, ഭൂതലത്തിൽ എല്ലാം പടരട്ടെ യേശുവിന്റെ മഹത്വം. മഹത്വത്തിൻ സാന്നിധ്യം, ദൈവവചനത്തിൻ അഭിഷേകം, മഹിമയിൽ വാണിടും യേശു കർത്താവിന്റെ സാന്നിധ്യം. നിൻ വചനം ധ്യാനിക്കുമ്പോ ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ടവരെ, മഹത്വത്തിൻ സാന്നിധ്യം ഈ ശുശ്രൂഷയിലേക്ക് കടന്നു വന്നിരിക്കുന്ന നിങ്ങൾക്കേവർക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ആശംസിക്കുന്നു. 46-ാം സങ്കീർത്തനം 8-ാം തിരുവചനം. വരുവിൻ, കർത്താവിന്റെ പ്രവൃത്തി കാണുവിൻ. കോരഹിന്റെ പുത്രന്മാരെ തങ്ങളുടെ ജീവിതത്തിൽ ദൈവം ചെയ്ത വൻ കാര്യങ്ങളെ നമ്മോട് പ്രസ്താവിക്കുകയാണ്. നിങ്ങളേവരും വന്ന് കർത്താവിന്റെ പ്രവൃത്തി കാണുവിൻ. ഈ വചനത്തോടുള്ള ബന്ധത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ കർത്താവ് ചെയ്തിട്ടുണ്ട്. എന്തുമാത്രം നന്മകളാണ് കർത്താവ് നമുക്ക് പ്രദാനം ചെയ്തിരിക്കുന്നത്. നമ്മുടെ ചിന്തകൾക്ക് അപ്പുറമായി, നമ്മുടെ ബുദ്ധിക്ക് അതീതമായി ഒരുപാട് പ്രവർത്തികള് കർത്താവ് നമുക്ക് വേണ്ടി ചെയ്തു. എൻ്റെ സഹോദര സഹോദരി, എന്തുമാത്രം കരുണയാണ് യേശു നമ്മോട് കാണിച്ചത്. ഈ സത്യം മനസ്സിലാക്കിക്കൊണ്ട് ഇന്നോളം നമ്മുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്ത എല്ലാ പ്രവർത്തികളെ ഓർത്ത് മനം തുറന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തുവാനുള്ള സമയമാണിത്. മനസ്സിന്റെ ദുഃഖങ്ങള്, ഹൃദയത്തിന്റെ ആകുലതകള്, നമ്മളെ വിഷമിപ്പിക്കുന്ന 100 പ്രശ്നങ്ങളുണ്ടാകാം. കുടുംബത്തിൻ്റെതായ പ്രതിസന്ധികള്, സാമ്പത്തികമായ തകർച്ചകള്, വിട്ടുമാറാത്ത രോഗങ്ങള്, തെറ്റിദ്ധരിക്കപ്പെട്ട അവസ്ഥകള്, അപമാനിതരായ നിമിഷങ്ങള്, എന്തുമാകട്ടെ, നമ്മൾ അറിയുന്നൊരു കർത്താവ്, നമ്മളെ താങ്ങുന്നൊരു കർത്താവ് എന്തുമാത്രം ആശ്വാസമാണ് നമുക്ക് തരുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ മധ്യയുള്ള ജീവിക്കുന്ന കർത്താവിന്റെ സാന്നിധ്യം അനുഭവിച്ച് നമ്മൾ ഒരുമിച്ച് അങ്ങ് പ്രാർത്ഥിക്കാൻ പോകാം. അത്ഭുതങ്ങൾ വെളിപ്പെടുന്ന സമയമാണിത്. പൈശാചിക കെട്ടുകളെ, നാരകീയ ബന്ധനങ്ങളെ, സാത്താന്യ ആധിപത്യങ്ങളെ പരിശുദ്ധാത്മാവ് തകർത്ത് കളയുന്ന സമയം. തന്റെ ജനത്തിന്റെ മേൽ സ്വർഗത്തിന്റെ തീയായി ദൈവത്തിന്റെ ആത്മാവ് കത്തിപ്പടരാൻ പോവുകയാണ്. ആയിരിക്കുന്നിടത്ത് നമ്മളെല്ലാവരും എഴുന്നേറ്റ് വലതുകരം സ്വർഗത്തിലേക്ക് ഉയർത്തി നമ്മൾ ഐക്യതയോടെ പ്രാർത്ഥിക്കുക. നിങ്ങൾ ആയിരിക്കുന്നിടത്ത് അങ്ങ് ഉച്ചത്തിൽ അങ്ങ് യേശുനാമം വിളിച്ച് പ്രാർത്ഥിച്ചോ. കർത്താവിന്റെ മഹത്വം നമ്മുടെ മേൽ ഇറങ്ങി വരുന്ന സമയമാണിത്. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ, അത്ഭുതങ്ങളുടെ ദൈവമേ, അത്ഭുതങ്ങളും അടയാളങ്ങളും ഞങ്ങൾക്ക് നൽകണമേ. പരിശുദ്ധാത്മാവിനെ വർഷിക്കണമേ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ, പൈശാചിക കെട്ടുകളെ പൊട്ടിച്ചു കളയണമേ. സാത്താന്യ വ്യാപാരങ്ങളെ നിർവീര്യമാക്കണമേ. ഞങ്ങളുടെ കരുണ കാണിക്കണമേ. ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണമേ. ഹല്ലേലൂയ. കരങ്ങൾ അടിച്ച് പരിശുദ്ധാത്മാവിൽ നിറയുവാനായി ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ ഒരുമിച്ച്
കരഘോഷത്തോടെ പാടി പാടി പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധാത്മാവേ വരിക വരിക, പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ നിറയുക. ഒന്ന് സ്വരമേൽത്തി എല്ലാവരും വിളിച്ച് പരിശുദ്ധാത്മാവേ 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 ഞങ്ങളിൽ നിറയണമേ. ഞങ്ങളിൽ നിറയണമേ. കരമടിച്ച് പാടുന്നു. പുതിയൊരു ജനനം നൽകും പരിശുദ്ധാത്മാവേ, പുതിയൊരു ശക്തിയിലുണരാൻ കൃപ നീ ചൊരിയണമേ. ആഗ്രഹത്തോടെ പാടുകേ. പുതിയൊരു ജനനം നൽകും പരിശുദ്ധാത്മാവേ, പതിനായിരങ്ങളിൽ നിറയുക പരിശുദ്ധാത്മാവേ. കാലഘട്ടത്തിന്റെ അഭിഷേകമായി കൃപയുടെ ആത്മാവായി ഞങ്ങളിൽ കത്തിപ്പടരണമേ. ഒരുമിച്ച് പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. പരിശുദ്ധാത്മാവേ സ്വരമുയർത്തി വിളിക്കുന്നു. ഞങ്ങളിൽ നിറയണമേ. Come, come Holy Spirit. Hallelujah, hallelujah. കരങ്ങൾ ഉയർത്തി അടിച്ച് Come, come Holy Spirit, come, come Holy Spirit, come, come Holy Spirit, come. വരിക വരിക പരിശുദ്ധാത്മാവേ. Come Holy Spirit, come, come Holy Spirit, come, come Holy Spirit, come, come Holy Spirit, come, come, come Holy Spirit, come. ഇരു കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി ജീവിക്കുന്ന കർത്താവായ യേശുവിന്റെ തിരുനാമത്തെ നമ്മൾ ഒരുമിച്ച് ഹൃദയം തുറന്ന് ഇടിമുഴക്ക ശക്തിയോടെ വിളിച്ചു പ്രാർത്ഥിക്കുന്നു. യേശുവേ, അത്ഭുതങ്ങളുടെ ദൈവമേ, കരങ്ങൾ നീട്ടിത്തരണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പാപക്കെട്ടുകളെ, ശാപബന്ധനങ്ങളെ, തിന്മയുടെ ആധിപത്യങ്ങളെ പരിശുദ്ധാത്മാവേ നിർവീര്യമാക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അഭിഷേകത്തിന്റെ പെരുമഴയായി, കൃപയുടെ തീയായി, വചന ശക്തിയായി പതിനായിരങ്ങളിൽ ജനലക്ഷങ്ങളിൽ പരിശുദ്ധാത്മാവേ കത്തിപ്പടരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിറയുക പരിശുദ്ധാത്മാവേ, നിറയുക പരിശുദ്ധാത്മാവേ. അഭിഷേകം ചെയ്യുക പരിശുദ്ധാത്മാവേ. യേശുവേ നന്ദി. ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക്, കൂട്ടായ്മകളിലേക്ക്, നിയോഗങ്ങളിലേക്ക് വരണമേ. കം, കം ഹോളി സ്പിരിറ്റ്. ഞങ്ങളിൽ നിറയുക പരിശുദ്ധാത്മാവേ. ആവശ്യമായ വചനം നൽകുക പരിശുദ്ധാത്മാവേ. യേശുവേ നന്ദി. ഒരു നിമിഷം നമ്മൾ ആയിരിക്കുന്നിടത്ത് നമ്മുടെ കരങ്ങൾ പരസ്പരം കോർത്ത് പിടിച്ച് കർത്താവിൻ്റെ വചനത്തിൻ്റെ മാധുര്യം അനുഭവിച്ച് ദൈവവചനത്താൽ നമ്മുടെ കുടുംബങ്ങൾ നിറയപ്പെടുവാൻ, വചനത്തിൻ്റെ സംസ്കാരം നമ്മളെല്ലാവരും ഏറ്റെടുക്കുവാൻ, കർത്താവിൻ്റെ വചനത്താൽ നമ്മളെല്ലാം നയിക്കപ്പെടുവാൻ ആഗ്രഹിച്ചുകൊണ്ട് കരങ്ങൾ പരസ്പരം കോർത്ത് പിടിച്ച് ആത്മാവിൻ്റെ ഐക്യതയിൽ ഒരു കുടുംബമായി നമ്മൾ ഒരുമിച്ച് പാടുകയാണ്. നന്ദി, നന്ദി കർത്താവേ. നിൻ വചനം ധ്യാനിക്കുമ്പോൾ എൻ ഹൃദയം ആനന്ദിക്കും. കർത്താവിന്റെ വചനമേ ഞങ്ങളോട് സംസാരിക്കണം, ഞങ്ങളെ തിരുത്തണം, ഞങ്ങളെ കഴുകണമേ. ആനന്ദിക്കും കൂരിരുളിൻ താഴ്വരയിൽ ദീപമത നിൻമൊഴികൾ. കർത്താവ് നിന്റെ വചനം എത്ര ശക്തമാണ്. കർത്താവ് അങ്ങയുടെ വചനം എത്ര മാധുര്യമുള്ളതാണ്. കൂരിരുളിൻ താഴ്വരയിൽ ദീപമത നിൻമൊഴികൾ. ഞങ്ങൾ ആത്മാക്കളെ രക്ഷിക്കാൻ കഴിവുള്ള അങ്ങയുടെ വചനത്താൽ ഞങ്ങളെ ശുദ്ധീകരിച്ച് ഞങ്ങൾ അഭിഷേകം ചെയ്ത് മുദ്ര ചെയ്യണമേ. നിൻമൊഴികൾ, വചനത്തിന് അമ്മയായ പരിശുദ്ധ കന്യകാമാതാവേ, ഞങ്ങൾ ദൈവവചനത്താൽ കഴുകപ്പെടുവാൻ, ശുദ്ധീകരിക്കപ്പെടുവാൻ അമ്മ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. ആമേൻ. ഹല്ലേലൂയ.
പ്രിയ ദൈവമക്കളെ, നമ്മെ വിശുദ്ധീകരിക്കുന്ന കർത്താവിൻ്റെ വചനത്തിൻ്റെ മുൻപിൽ പ്രാർത്ഥനാപൂർവ്വം നമുക്കായിരിക്കാം. ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുന്നത് ദൈവവചനം നമ്മെ തിരുത്തുന്നു. ദൈവത്തിൻ്റെ വചനം നമ്മെ തിരുത്തുന്നു. ദൈവവചനത്തിലൂടെ ഒരുപാട് നന്മകൾ പരിശുദ്ധാത്മാവ് നമുക്ക് പ്രദാനം ചെയ്യുന്നുണ്ട്. വചനത്തിൻ്റെ ആത്മാവാണ് പരിശുദ്ധാത്മാവ്. വചനം നമ്മെ അനുഗ്രഹിക്കുന്നു. ദൈവത്തിൻ്റെ വചനം നമ്മെ സൗഖ്യമാക്കുന്നു. ദൈവത്തിൻ്റെ വചനം നമ്മെ അഭിഷേകം ചെയ്യുന്നു, നമ്മളെ വിശുദ്ധീകരിക്കുന്നു, നമ്മളെ വഴി നടത്തുന്നു. എന്തുമാത്രം നന്മകളാണ് കർത്താവിൻ്റെ വചനത്തിലൂടെ പരിശുദ്ധാത്മാവ് നമുക്ക് ഓരോരുത്തർക്കും നൽകുന്നത്. ദൈവത്തിൻ്റെ വചനം വളരെ പവർഫുള്ളാണ്. കാരണം വചനം യേശു തന്നെയാണ്. നമ്മൾ വചനം ധ്യാനിക്കുമ്പോൾ, നമ്മൾ വചനം പ്രഘോഷിക്കുമ്പോൾ, നമ്മൾ വചനത്തെ അനുസരിക്കുമ്പോൾ, നമ്മൾ വചനത്തെ പിൻപറ്റുമ്പോൾ കർത്താവായ യേശുവിനെ തന്നെയാണ് നമ്മൾ സ്നേഹിക്കുകയും അനുസരിക്കുകയും പിൻപറ്റുകയും ചെയ്യുന്നത്. അപ്പോസ്തലനായ പൗലോസ് കർത്താവിൻ്റെ വചനത്തെക്കുറിച്ച് സഭയോട് പറയുന്ന മനോഹരമായ ഒരു തിരുവാക്യമുണ്ട്. തിമോത്തിയോസിന് എഴുതിയ 2-ാമത്തെ ലേഖനം 3-ാം അധ്യായം 16-ാം തിരുവചനം. വിശുദ്ധ ലിഖിതമെല്ലാം ദൈവനിവേശിതമാണ്. അവ പ്രബോധനത്തിനും ശാസനത്തിനും തെറ്റുതിരുത്തലിനും നീതിയിലുള്ള പരിശീലനത്തിനും ഉപകരിക്കുന്നു. ഈ വചനത്തിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് എന്താണ് നമ്മോട് സംസാരിക്കുന്നത്? കർത്താവിൻ്റെ വചനം ഒന്നാമതായി അവ പ്രബോധനത്തിനും, രണ്ടാമതായി ദൈവത്തിൻ്റെ വചനം ശാസനത്തിനും, മൂന്നാമതായി കർത്താവിൻ്റെ വചനം നമ്മെ തെറ്റുതിരുത്തുകയും, നാലാമതായി നീതിയിലുള്ള പരിശീലനത്തിനും ദൈവത്തിൻ്റെ വചനം നമ്മെ സഹായിക്കുകയാണ്. ഈ 4 കാര്യങ്ങളിൽ പ്രധാനമായി എടുത്തു പറയുന്നൊരു കാര്യം കർത്താവിൻ്റെ വചനം നമ്മെ തിരുത്തുന്നു എന്നുള്ളതാണ്. നമ്മുടെ തെറ്റുകളെ തിരുത്തുന്നു. ഇത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. പലപ്പോഴും നമുക്ക് തിരുത്തലുകൾ ഇഷ്ടമല്ല. തിരുത്തലുകൾ നമുക്ക് പലർക്കും ഇഷ്ടമല്ല. നമ്മൾ പറയുന്നത് ശരിയാണ്, നമ്മൾ ചെയ്യുന്നത് ശരിയാണ്, നമ്മൾ പോകുന്ന വഴിയിൽ ഒരു കുറവുകളുമില്ല, ഞാൻ പെർഫെക്റ്റാണ് എന്ന് ചിന്തിക്കുന്ന പലരും നമ്മുടെ കൂട്ടത്തിലുണ്ട്. എന്നാൽ പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുകയാണ്, നമ്മൾ ആരും പൂർണ്ണരല്ല. നമുക്ക് നമ്മുടേതായ കുറവുകളുണ്ട്. ഇല്ലേ സഹോദര? നമുക്ക് എന്തുമാത്രം കുറവുകളുള്ളവരാണ്. നമുക്കൊരുപാട് ദുർബലതകളുണ്ട്, ബലഹീനതകളുണ്ട്. നമ്മൾ നിസ്സാരനാണ്. ഇത് നമ്മളെക്കാളധികം കർത്താവിനറിയാം. അപ്പോൾ നമ്മളെല്ലാം അപൂർണരാണ്. നമ്മുടെ കുറവുകൾ, നമ്മുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ച് കർത്താവിൻ്റെ മനസ്സറിഞ്ഞ് ജീവിക്കുവാൻ ദൈവത്തിൻ്റെ വചനം നമ്മെ സഹായിക്കുകയാണ്. ദൈവവചനത്തിൻ്റെ പ്രാധാന്യത നമ്മുടെ ജീവിതത്തിൽ നമ്മളെല്ലാവരും തിരിച്ചറിയണം. സഭാമക്കളായി നമ്മളെല്ലാം തിരിച്ചറിയണം. കർത്താവിൻ്റെ വചനവുമായി നമുക്ക് വിട്ടുപിരിയാത്തൊരു ബന്ധമുണ്ടാകണം. അതെന്തൊരു ആനന്ദമാണ്! അപ്രകാരം ഒരു ജീവിതം, വചനത്താൽ നയിക്കപ്പെടുന്ന ജീവിതം, വചനത്താൽ കഴുകപ്പെടുന്ന ജീവിതം എത്രയോ അനുഗ്രഹീതമാണ്. കർത്താവിൻ്റെ വചനത്തിന് നമ്മുടെ ജീവിതത്തിൽ വലിയ സ്ഥാനമുണ്ടാകണം. എവരിഡേ, എല്ലാ ദിവസവും നമ്മൾ അരമണിക്കൂറെങ്കിലും വേദപുസ്തകം വായിച്ച് ധ്യാനിക്കണം. അപ്പോസ്തലനായ യോഹന്നാനിലൂടെ പരിശുദ്ധാത്മാവ് സഭയെ പഠിപ്പിക്കുക. എന്നെ ഒരുപാട് സ്വാധീനിച്ചൊരു വചനമാണ്. പലപ്പോഴും ഞാൻ ഈ വചനം ആവർത്തിച്ച് ക്ലെയിം ചെയ്ത് അത് ഏറ്റുപറയാറുണ്ട്. വെളിപാടിൻ്റെ പുസ്തകം 1:3 ഈ പ്രവചനത്തിലെ വാക്കുകൾ വായിക്കുന്നവരും ഈ വചനങ്ങൾ കേൾക്കുന്നവരും ഇതിലെഴുതപ്പെട്ടതെല്ലാം
പാലിക്കുന്നവരും അനുഗ്രഹീതർ. ശക്തമായ ദൂതാണ് പരിശുദ്ധാത്മാവ് സഭയ്ക്ക് നൽകുന്നത്. ആരെല്ലാം കർത്താവിൻ്റെ വചനം വായിക്കുന്നുവോ അവരെ പരിശുദ്ധാത്മാവ് അനുഗ്രഹിക്കുകയാണ്, അങ്ങ് അനുഗ്രഹിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവാനുഗ്രഹം നമ്മുടെ കുടുംബങ്ങൾ വളരണോ, കൂട്ടായ്മകൾ വളരണോ, നമ്മുടെ കുഞ്ഞുങ്ങളും തലമുറകളും വളരണോ, നമ്മൾ വചനത്തെ സ്നേഹിക്കണം, നമ്മൾ വചനം വായിക്കുന്നവരാകണം. രണ്ടാമത്, വചനം കേൾക്കുക. വചന കേൾവി നമ്മൾ ഒരുപാട് അനുഗ്രഹത്തിലേക്ക് നയിക്കുകയാണ്. കിട്ടുന്ന സമയങ്ങൾ ആരും നഷ്ടപ്പെടുത്തി കളയരുത്. ദൈവത്തിൻ്റെ വചനം കേൾക്കാൻ കഴിയുന്നതും ആ സമയമെല്ലാം നമ്മൾ പ്രയോജനപ്പെടുത്തണം. ഇന്ന് യൂട്യൂബിലൂടെ, വാട്സപ്പിലൂടെ എന്തുമാത്രം വചനങ്ങൾ നമുക്ക് കേൾക്കാൻ കഴിയുന്നത്. ടെലിവിഷനുകളിലൂടെ, മറ്റു പല മാധ്യമങ്ങളിലൂടെ ഒരുപാട് വചന ശുശ്രൂഷകൾ കർത്താവ് നമുക്ക് തരുന്നൊരു കാലഘട്ടമാണിത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, വചന കേൾവി നമ്മൾ ആരും നിസ്സാരമായി കാണരുത്. നിങ്ങളതിനെ ഒരുപാട് സ്നേഹിക്കണം. അതിലൂടെ കർത്താവ് അനുഗ്രഹിക്കുകയാണ്. ദൈവവചനത്തെ ആരൊക്കെ അനുസരിക്കുന്നുവോ അവരെയും പരിശുദ്ധാത്മാവ് അനുഗ്രഹിച്ചുയർത്തുകയാണ്. ഈ സത്യം മനസ്സിലാക്കി ഞാൻ ആരംഭത്തിൽ പറയുന്നത്, ക്രൈസ്തവരായ നമുക്ക് ദൈവത്തിൻ്റെ വചനവുമായി വിട്ടുപിരിയാത്തൊരു ബന്ധമുണ്ടാകും. നിങ്ങളെല്ലാവരും ഇങ്ങോട്ടൊന്ന് നോക്കി, ഒരു ജസ്റ്റ് ഇങ്ങോട്ടൊന്ന് നോക്കിക്കേ. ദൈവവചനത്തിൻ്റെ സംസ്കാരമായിരിക്കണം നമ്മുടെ സംസ്കാരം. നമ്മൾ വചനത്തെ നമ്മുടെ ജീവിതത്തിലേക്ക് അങ്ങ് ഏറ്റെടുക്കണം. നമ്മൾ വചനത്തെ ഉയർത്തുന്നവരായി മാറണം. നമ്മൾ വചനത്തെ പ്രഘോഷിക്കുന്നവരായി മാറണം. നമ്മൾ വചനത്തെ മുറുകെ പിടിക്കുന്നവരായി മാറണം. സുഭാഷിത പുസ്തകം 16:20 ദൈവത്തിന് തിരുവെടുത്ത് പറയാണ്, ദൈവവചനത്തെ ആദരിക്കുന്നവരെ, ദൈവവചനത്തെ സ്നേഹിക്കുന്നവരെ ഉത്കർഷം നേടും. അവർ ജീവിതത്തിൽ അഭിവൃദ്ധി പ്രാപിക്കും. അവരെ കർത്താവ് അനുഗ്രഹിച്ചുയർത്തും. ആരെ? വചനത്തെ സ്നേഹിക്കുന്നവരെ, വചനത്തോട് കൂറ് പുലർത്തുന്നവരെ, വചനത്തെ പിൻപറ്റുന്നവരെ കർത്താവ് അനുഗ്രഹിച്ച് അങ്ങ് ഉയർത്തുക. എന്തൊരു വചനമാണിത്! നമ്മുടെ ജീവിതത്തിലേക്ക് ഏറ്റെടുക്കേണ്ട കാര്യം ഇത് മനസ്സിലാക്കി നമ്മൾ വചനത്തിന് മുകളിൽ പൊരുന്നിരിക്കുന്നവരാകണം, അടയിരിക്കുന്നവരാകണം. അപ്പോൾ വചനം നമ്മളെ തിരുത്തും. പ്രിയപ്പെട്ടവരെ, 119 സങ്കീർത്തനം 105 തിരുവാക്യം, സങ്കീർത്തകനായ ദാവീദ് വിളിച്ചു പറയുകയാണ്, കർത്താവിൻ്റെ വചനം എൻ്റെ പാദത്തിന് വിളക്കും പാതയിൽ പ്രകാശവുമാണ്. എൻ്റെ വഴികാട്ടിയാണ് ദൈവത്തിൻ്റെ വചനം. നമ്മൾ പോകേണ്ട വഴി, നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ വ്യക്തതയോടെ ദൈവത്തിൻ്റെ വചനം നമ്മൾ അറിയിക്കും. എൻ്റെ പാദത്തിന് വിളക്കാണ്, എൻ്റെ പാതയിൽ പ്രകാശമാണ്. എന്തൊക്കെ കൂരിട്ടുകൾ വന്നാലും തടസ്സങ്ങൾ വന്നാലും വചനത്തെ സ്നേഹിക്കുന്നവരെ വചനം നയിക്കുകയാണ്. വീണ്ടും 119 സങ്കീർത്തനം 9 തിരുവാക്യം, യുവാവ് ഒരു വ്യക്തി എങ്ങനെ തൻ്റെ മാർഗം നിർമ്മലമായി സൂക്ഷിക്കും? കർത്താവിൻ്റെ വചനത്തിൽ വ്യാപരിച്ചുകൊണ്ട്. നമ്മൾ ദൈവവചനത്തെ സ്നേഹിക്കുമ്പോൾ വചനം നമ്മളെ കറക്റ്റ് ചെയ്യും. കൃത്യമായ ഡയറക്ഷൻ കർത്താവിൻ്റെ വചനം നമുക്ക് തരും. എത്ര അനുഭവങ്ങൾ ഇതിനുള്ള ബന്ധത്തിൽ നിങ്ങളോട് പങ്കുവയ്ക്കാൻ പറ്റുമെന്നറിയാം. ചില കൺഫ്യൂഷൻ നടന്ന സമയത്ത് എന്ത് ചെയ്യണം, ഏത് ചെയ്യണം, സംശയങ്ങൾ, ആശയക്കുഴപ്പങ്ങൾ, തെറ്റിദ്ധാരണകൾ, ഇങ്ങനെയുള്ള നിമിഷങ്ങളിലൊക്കെ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ദൈവത്തിൻ്റെ വചനം വായിച്ച് ധ്യാനിച്ചപ്പോൾ എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ കർത്താവ് ചെയ്ത കാര്യമാണ് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുന്നത്. വ്യക്തമായി ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായി വചനത്തിലൂടെ കർത്താവ് അറിയിച്ച എത്ര അനുഭവങ്ങളുണ്ട്. ഈ അടുത്ത നാളുകളിൽ ഒരു വലിയൊരു മിഷൻ, അതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അതെങ്ങനെ തുടങ്ങണം, എങ്ങനെ ആരംഭിക്കണം, അതിനുള്ള വഴികൾ എന്താണ്, ഇതിനെക്കുറിച്ചൊക്കെ ചിന്തിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൃത്യമായി എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ വചനത്തിലൂടെ പരിശുദ്ധാത്മാവ് എന്നെ ഒരുപാട് നയിക്കുന്ന അനുഭവങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട്. വചനത്തിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് പല പല വെളിപാടുകൾ പേഴ്സണൽ എനിക്ക് നൽകിയിട്ടുണ്ട്. നമുക്ക് അനേകർക്ക് ഇതേ അനുഭവമുള്ളവരാണ്. കൃത്യമായി എടുക്കേണ്ട തീരുമാനങ്ങൾ, പോകേണ്ട വഴികൾ, പറയേണ്ട വാക്കുകൾ, ചെയ്യേണ്ട കാര്യങ്ങൾ വ്യക്തമായി ദൈവവചനത്തിലൂടെ പരിശുദ്ധാത്മാവ് അറിയിച്ചു. എന്തൊരു ആശ്വാസമാണെന്നറിയപ്പോൾ നമുക്ക് നല്ല ക്ലാരിറ്റി കിട്ടി. വ്യക്തതയോടെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നു, കൃത്യമായ കാര്യങ്ങൾ നമുക്ക് ഒരുക്കാൻ പറ്റുന്നു. അപ്പോൾ എന്ത് സംഭവിക്കും? അത് സക്സസ് ആവും.
അതിനുമേൽ ദൈവത്തിന് നടത്തിപ്പുണ്ടാകും, അതിനുമേൽ ദൈവത്തിന് കൃപയുണ്ടാകും. ആ മിഷന്, ആ പ്രൊജക്റ്റിനെ ദൈവം അങ്ങ് ഏറ്റെടുക്കും. ദൈവം അതിനെ നിരന്തരം സഹായിക്കും. ഇത് നമുക്ക് വലിയ ആനന്ദവും പ്രത്യാശയുമാണ് തരുന്നത്. വീണ്ടും 119 സങ്കീർത്തനം 11 വചനം പറയാം. കർത്താവേ, അങ്ങേക്കെതിരായി പാപം ചെയ്യാതിരിക്കേണ്ടതിനെ അങ്ങയുടെ വചനം എൻ്റെ ഹൃദയത്തെ ഞാൻ സൂക്ഷിച്ചിരിക്കുന്നു. എത്ര അർത്ഥവത്താണ് ഈ വചനം. ഈ വചനം നിങ്ങളുമായി പങ്കുവയ്ക്കുമ്പോൾ ഒരു സംഭവം ഞാൻ ഓർക്കുകയാണ്. ഏതാനും നാളുകൾക്ക് മുൻപ് ഒരു ദേശത്ത് കർത്താവിൻ്റെ വചനവുമായി കടന്നു ചെന്നു. കൺവെൻഷനാണ്. കൺവെൻഷൻ 2ാം ദിനത്തിൽ ഒരു വലിയ ബിസിനസ്സുകാരൻ ബിസിനസ്സിന് വേണ്ടി ഒരുപാട് സ്ഥലങ്ങളിലേക്ക്, രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നൊരു മനുഷ്യനാണ്. ഒരു 58-60 വയസ്സ് പ്രായം കാണും. അദ്ദേഹം എൻ്റെ അരികിൽ വന്നുകൊണ്ട് പറഞ്ഞു, ബ്രദർ, എനിക്ക് ഒരു അനുഭവം പറയാനുണ്ട്. കർത്താവിനെ അതുപോലെയാണ് പൊതിഞ്ഞ് സൂക്ഷിക്കുന്നത്. ഞാൻ പറഞ്ഞു, എന്താണ് അനുഭവം? അദ്ദേഹം പറഞ്ഞു, ബിസിനസ് ആവശ്യങ്ങൾക്ക് വേണ്ടി ഞാൻ അനേകം സ്ഥലങ്ങളിലേക്ക്, രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യുന്ന വ്യക്തികളാണ്. പലപ്പോഴും ഹോട്ടലുകളാണ് താമസം. ഞാൻ ഈ ഹോട്ടലുകൾ താമസിക്കുമ്പോൾ മദ്യം കഴിക്കാൻ, വ്യഭിചാരം ചെയ്യാൻ, മറ്റ് ലോകസുഖങ്ങളിൽ ഏർപ്പെടുവാനുള്ള വലിയ വലിയ പ്രലോഭനങ്ങൾ എനിക്കുണ്ടാവാറുണ്ട്. എന്നോടുകൂടെ ഹോട്ടലിൽ കഴിയുന്ന പലരും മദ്യപിക്കുന്നു, പലരും വ്യഭിചാരം ചെയ്യുന്നു. ഇത് പലപ്പോഴും ഞാൻ കാണാറുണ്ട്. പലരും എന്നെ വിളിക്കാറുണ്ട്, താങ്കൾ എന്തൊന്നും ചെയ്യാത്ത, അല്പം മദ്യപിച്ചൂടെ, അത് ഈ സുഖങ്ങളൊക്കെ നമുക്ക് അനുഭവിക്കാനുള്ളതല്ല എന്ന് പറഞ്ഞ് പലരും എന്നെ പ്രലോഭിപ്പിക്കാറുണ്ട്. പക്ഷെ ആ സമയങ്ങളിലെല്ലാം ദൈവത്തിൻ്റെ വചനം എന്നെ തിരുത്താറുണ്ട്. ഒരു സ്ഫോടനം പോലെ കർത്താവിൻ്റെ വചനം എൻ്റെ ജീവിതത്തിൽ തീയായി കത്താറുണ്ട്. മകനെ, നീ അത് ചെയ്യരുത്, നീ കർത്താവിൻ്റെ പൈതലാണ്. മകനെ, നീ അങ്ങോട്ട് പോകരുത്, നീ ദൈവത്തിൻ്റെ കുഞ്ഞാണ്, നീ കർത്താവിനെ കണ്ടുമുട്ടിയവനാണ്, നീ കർത്താവിൻ്റെ സ്നേഹം അനുഭവിച്ചവനാണ്. കൃത്യമായി ചെയ്യേണ്ട കാര്യം വചനമങ്ങ് ഉള്ളിൽ പ്രകാശിപ്പിക്കുകയാണ്. അതൊക്കെ എന്നോട്, എൻ്റെ കൈ പിടിച്ച് എന്നോട് പറയായിരുന്നു, എൻ്റെ ബ്രദറെ, ഒരുപാട് ഇതുപോലെ പാപകരമായ സാഹചര്യങ്ങളിൽ നിന്ന് കർത്താവിൻ്റെ വചനം എന്നെ സംരക്ഷിച്ചു. കർത്താവിൻ്റെ തിരുവെഴുത്തുകൾ എന്നെ തിരുത്തിക്കൊണ്ട് കർത്താവിൻ്റെ വഴിയിലൂടെ നടക്കുവാൻ വചനം എന്നെ സഹായിച്ചു. ഞാൻ വിശ്വസിക്കുന്നു ഇത് അദ്ദേഹത്തിന് മാത്രം ഒരു സാക്ഷ്യമല്ല. തൽഫലമായി എന്താ ഉണ്ടായേ? അദ്ദേഹത്തെ കർത്താവ് അങ്ങ് അനുഗ്രഹിച്ച് ഉയർത്തി. നമ്മൾ വചനത്തിലൂടെ കണ്ടില്ലേ, ആരെല്ലാം വചനത്തെ ആദരിക്കുന്നുവോ അവരെ ദൈവം ഉയർത്തും, അവരെ ദൈവം മാനിക്കും, അവരെ ദൈവം അനുഗ്രഹിക്കും. ഇത് അക്ഷരാർത്ഥത്തിൽ ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് അങ്ങ് ചെയ്തു. പാപകരമായ സാഹചര്യങ്ങളിൽ വചനം തിരുത്തി പോകേണ്ട വഴി കാണിച്ചു കൊടുത്ത് ആ വഴിയിലൂടെ അദ്ദേഹം സഞ്ചരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ, കുടുംബത്തെ, കുഞ്ഞുങ്ങളെ, ബിസിനസ്സിനെ എല്ലാം ദൈവമങ്ങ് മാനിച്ച് ഉയർത്തുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് ദൈവാനുഗ്രഹം വേണോ? നമുക്ക് കൃപയിൽ വളരണോ? പരിശുദ്ധാത്മ അഭിഷേകത്തിൽ ജീവിക്കണോ? പലരും വന്ന് പറയാറുണ്ട്, ആഗ്രഹമുണ്ട്. ആഗ്രഹം മാത്രം പോരാ, നമ്മളതിന് എഫർട്ട് എടുക്കണം, നമ്മളെ ബലം പ്രയോഗിക്കേണ്ടി വരും, പരിശുദ്ധാത്മ ശക്തിയിൽ നമ്മെ തന്നെ നിയന്ത്രിക്കേണ്ടി വരും. അതിന് ദൈവത്തിൻ്റെ വചനം നമ്മെ ഓരോരുത്തരെയും സഹായിക്കും. തിരുവെഴുത്ത് പറയാണ്, ജോബിൻ്റെ പുസ്തകം 5-ാം അധ്യായം 17-ാമത്തെ വാക്ക്, ദൈവം ശാസിക്കുന്നവൻ ഭാഗ്യവാൻ. ദൈവത്തിൻ്റെ ശാസന കിട്ടുന്നവര് ഭാഗ്യവാന്മാരാണെന്ന് വേദപുസ്തകം പഠിപ്പിക്കുകയാണ്. ദൈവത്തിൻ്റെ ശാസനങ്ങളെ നീ അവഗണിക്കരുത്. ഞാൻ ആത്മാവിൽ പറയട്ടെ, കർത്താവ് തൻ്റെ വചനത്തിലൂടെ നമ്മളെ തിരുത്തും. കർത്താവ് തൻ്റെ വചനത്തിൽ നമ്മളെ ശാസിക്കും. ആ ശാസനകളെ, തിരുത്തലുകളെ ഹൃദയത്തുറവിയോടെ സ്വീകരിക്കാൻ പ്രിയ ദൈവത്തിൻ്റെ പൈതലേ, എൻ്റെ സഹോദര സഹോദരി, നീ ഒരുക്കമാണോ? എങ്കിൽ നിനക്ക് കൃപയിൽ വളരാൻ പറ്റും. ദൈവം നിന്നെ മാനിച്ചുയർത്തും. ഞാൻ നിങ്ങളെ നിക്കിളിപ്പെടുത്താൻ തമാശ വാക്കുകൾ പറയല്ല, ദൈവം ചെയ്യുന്ന കാര്യങ്ങളാണ്. എൻ്റെ 27 വർഷത്തെ ശുശ്രൂഷ ജീവിതത്തിൽ എനിക്ക് അഭിമാനത്തോടെ കർത്താവിൽ ആനന്ദിച്ചുകൊണ്ട് പറയാൻ പറ്റും, ഇതെത്രമാത്രം അർത്ഥവത്തായ വചനമാണെന്ന്. വചനത്തിലൂടെ കർത്താവ് തരുന്ന തിരുത്തലുകളെ, ശാസനകളെ നമ്മൾ ആനന്ദത്തോടെ സ്വീകരിച്ചാൽ ആ ജീവിതത്തെ കർത്താവ് മാനിച്ചുയർത്തും. ഒരു സംശയം നമ്മൾ വിചാരിക്കേണ്ട, വചനത്തിനങ്ങ് കീഴ്പ്പെടണം. പത്രോസിന്റെ ജീവിതത്തിലോട്ട് നിങ്ങൾ വന്നേ. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 10-ാം അധ്യായം 11 മുതൽ 15 വരെ തിരുവചനങ്ങൾ. സഭയുടെ ആദ്യത്തെ മാർപ്പാപ്പയാണ് പത്രോസ്ലീഹ. പത്രോസിനുള്ളിൽ ഒരു തെറ്റായ ബോധ്യം ഉണ്ടായിരുന്നു. തെറ്റായ ബോധ്യങ്ങളെ ദൈവത്തിൻ്റെ വചനം തിരുത്തി കുറിക്കും.
തെറ്റായ കാഴ്ചപ്പാടുകൾ, തെറ്റായ മനോഭാവങ്ങൾ, തെറ്റായ ചില നിലപാടുകൾ, ഇതെല്ലാം കർത്താവിൻ്റെ വചനം തിരുത്തും. നമ്മൾ കൃത്യമായ കർത്താവിൻ്റെ തിരുഹിതത്തിലേക്ക് അങ്ങ് എത്തിക്കും. പത്രോസിലേക്കൊരു ബോധ്യം ഉണ്ടായിരുന്നു, വിജാതിയരുടെ ഇടയിലല്ല എൻ്റെ പ്രവർത്തനം, ഞാൻ പരിച്ഛേദന സ്വീകരിച്ച യഹൂദരുടെ ഇടയിലാണ് ഞാൻ പ്രവർത്തിക്കേണ്ടത്. അതുകൊണ്ട് വിജാതിയരെക്കുറിച്ചുള്ള ഒരു ആത്മഭാരം പത്രോസിനുണ്ടായിരുന്നില്ല. പത്രോസ് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് ഒരു ദർശനം കൊടുക്കുകയാണ്. സ്വർഗത്തിൽ നിന്ന് ഒരു വലിയ പാത്രം ഇങ്ങനെ ഇറങ്ങി വരികയാണ്. ആ പാത്രത്തിലെ സകല ഇഴജന്തുക്കളും, വൃത്തിയുള്ളതും വൃത്തികേടാൻ നമ്മൾ വിചാരിക്കുന്ന സകല ഇഴജന്തുക്കൾ അതിലുണ്ട്. കർത്താവ് പറഞ്ഞു, പത്രോസേ, ഇവയെ കൊന്നു നീ ഭക്ഷിക്കുക. പത്രോസിലേക്ക് ഞെട്ടിപ്പോയി. പത്രോസിനെ പറഞ്ഞു, കർത്താവേ, എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല, ഇത് അശുദ്ധമാണ്, ഞാൻ ഈ ഇഴജന്തുക്കളെ കൊന്ന് ഭക്ഷിക്കില്ല, എനിക്കത് സാധ്യമല്ല, എനിക്കത് നിശ്ചിതമാണ്. ഈ സമയത്ത് പത്രോസിൽ ഒരു ശബ്ദം കേൾക്കുക, ഞാൻ വിശുദ്ധീകരിച്ചതിനെ അശുദ്ധമെന്ന് നീ വിളിക്കരുത്. കർത്താവ് അവനെ തിരുത്തുകയാണ്. ഞാൻ വിശുദ്ധീകരിച്ചതിനെ നീ അശുദ്ധമെന്ന് വിളിക്കരുത്. പത്രോസിനെ കാര്യം മനസ്സിലായി. എല്ലാവർക്കും കർത്താവിൻ്റെ രക്ഷ വേണം. ഇന്ന വ്യക്തികൾക്ക്, ഇന്ന ഗ്രൂപ്പുകൾക്ക്, ഇന്ന കൂട്ടായ്മയ്ക്ക് മാത്രമല്ല, കർത്താവിൻ്റെ രക്ഷ സാർവത്രികമാണ്. സകല ജനപദങ്ങളും സകല മനുഷ്യരും സകല ഗോത്രങ്ങളും സകല ഭാഷക്കാരും കർത്താവായ യേശുവിൻ്റെ നിത്യരക്ഷ സ്വന്തമാക്കണമെന്നുള്ളൊരു വലിയ തിരിച്ചറിവിലേക്ക് പത്രോസ്ലീഹായി പരിശുദ്ധാത്മാവ് കൊണ്ടുപോകുന്നു. ഒരു കറക്ഷൻ കൊടുക്കുകയാണ്. പത്രോസ്ലീഹ സ്വീകരിച്ചു. പ്രിയപ്പെട്ടവരെ, തിരുത്തലുകൾ സ്വീകരിക്കുകയും കർത്താവ് തൻ്റെ വചനത്തിലൂടെ നമ്മളെ തിരുത്തും. നമ്മൾ പലപ്പോഴും പ്രാർത്ഥിക്കാൻ അവസരം കിട്ടിയിട്ടും പ്രാർത്ഥിക്കാതെ അടിപിടിച്ചിരിക്കുകയാണ്, അലസരായിട്ടിരിക്കുകയാണ്. കർത്താവ് തിരുത്തും. നമുക്ക് കൗതാശിക ജീവിതം നയിക്കാൻ പല സാധ്യതകളുണ്ടായിട്ടും നമ്മൾ പലരും ആ സാധ്യതകളെ നഷ്ടപ്പെടുത്തുമ്പോൾ കർത്താവ് നമ്മളെ തിരുത്തും. സുവിശേഷ വേല ചെയ്യാൻ 100 അവസരങ്ങളും സാധ്യതകളും ദൈവം നമുക്കൊരുക്കി തന്നിട്ടും അവരെന്ത് വിചാരിക്കും, ഇവരെന്ത് വിചാരിക്കുമെന്ന് വിചാരിച്ച് നമ്മൾ ഈ ദൗത്യം മറന്ന് ജീവിക്കുമ്പോൾ കർത്താവ് നമ്മളെ തിരുത്തും. തൻ്റെ വചനത്തിലൂടെ നമ്മുടെ ജീവിതങ്ങളെ തിരുത്തും. ദൈവം ശാസിക്കുന്നവർ ഭാഗ്യവാന്മാർ എന്നുള്ള തിരുവെഴുത്ത് ജീവിതത്തിലേക്ക് ഏറ്റെടുക്കുക. പാപകരമായ എല്ലാ ജീവിതങ്ങളും വിട്ടുകളഞ്ഞ് കർത്താവിൻ്റെ വചനത്തിന് മുമ്പിൽ അടിമപ്പെടുക. നമ്മൾ വചനത്തിന് മുമ്പിൽ സറണ്ടർ ആവുക. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് വേണ്ടതെല്ലാം കർത്താവ് ചെയ്യും. തിരുത്തലുകളെ സ്നേഹത്തോടെ സ്വീകരിക്കണം. വചനം അനുഗ്രഹവും സൗഖ്യവും വിടുതലും മാത്രമല്ല തരുന്നത്, നമ്മുടെ ജീവിതത്തിൽ തിരുത്തലുകൾ തരുന്നു. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അപ്പോസ്തലനായ പൗലോസ് വീണ്ടും സഭയോട് പറയാണ്, റോമാക്കാർക്ക് ലേഖനം 2-ാം അധ്യായം 21-ാമത്തെ വാക്യം, മറ്റുള്ളവരെ പഠിപ്പിക്കുന്ന നീ എന്തുകൊണ്ട് നിന്നെ തന്നെ പഠിപ്പിക്കുന്നില്ല? നീ മറ്റുള്ളവരുടെ വചനം പറയുന്നുണ്ട്. ഈ വചനം നിന്റെ ജീവിതത്തെ കറക്റ്റ് ചെയ്യാൻ, നിന്റെ ജീവിതത്തെ തിരുത്തുവാൻ എന്തുകൊണ്ട് നീ വചനത്തെ അനുവദിക്കുന്നില്ല? ഇന്ന് ഈ ചോദ്യം നമ്മോടാണ് കർത്താവ് ചോദിക്കുന്നത്. എൻ്റെ സഹോദര സഹോദരി, നമ്മുടെ ഹൃദയത്തിലേക്ക് ഇത് തുളച്ചു കയറണം. എന്തുകൊണ്ട് നിന്നെ തിരുത്തുവാൻ, നിന്നെ ഗൈഡ് ചെയ്യുവാൻ, നിന്നെ കറക്റ്റ് ചെയ്യുവാൻ നീ വചനത്തെ അനുവദിക്കുന്നില്ല? മോഷ്ടിക്കരുതെന്ന് പറയുന്നത് നീ തന്നെ മോഷ്ടിക്കുന്നുവോ? കള്ളസാക്ഷി പറയുന്നതെന്ന് പറയുന്നത് നീ തന്നെ കള്ളസാക്ഷ്യം പറയുന്നുവോ? വ്യഭിചാരം ചെയ്തെന്ന് പറയുന്നത് നീ തന്നെ വ്യഭിചാരം ചെയ്യുന്നുവോ? ഇത് എന്നാ ഒരു വചന ഇത്? കർത്താവിൻ്റെ വചനത്തെ സ്നേഹിക്കുക മാത്രമല്ല, നമ്മെ തിരുത്തുവാൻ, നമ്മളെ കൺട്രോൾ ചെയ്യുവാൻ, നമ്മളെ കറക്റ്റ് ചെയ്യുവാൻ നമ്മൾ ദൈവവചനത്തെ അനുവദിക്കണം. നമ്മുടെ ജീവിതം അനുഗ്രഹത്തിൻ്റെ, അത്ഭുതത്തിൻ്റെ, കൃപയുടെ ജീവിതമാക്കി പരിശുദ്ധാത്മാവ് മാറ്റും. ഈ സത്യം തിരിച്ചറിഞ്ഞ് വചനത്തെ സ്നേഹിക്കാം, വചനത്തിന് മുമ്പിൽ എളിമപ്പെടാം, വചനത്തിൻ്റെ പ്രഘോഷകരാകാം, വചനത്തെ പിൻപറ്റുന്നവരാകാം. വ്യക്തിപരമായ നമ്മുടെ നിയോഗങ്ങളെയും നമ്മുടെ സകല ആവശ്യങ്ങളെയും നമ്മെ ഓരോരുത്തരെയും നമ്മുടെ കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. അടുത്ത ആഴ്ചയിൽ ദൈവവചനത്തിൽ നമ്മൾ ധ്യാനിക്കുന്നത് നിത്യജീവനെ മുറുകെ പിടിക്കുക. ഈ ശുശ്രൂഷയിലേക്ക് പ്രാർത്ഥിച്ചൊരുങ്ങി നമുക്കെല്ലാവർക്കും കടന്നു വരാം.
കർത്താവേ